ഭാരതപ്പുഴയുടെ തുടക്കം എന്ന് പറയുന്നത് പൊള്ളാച്ചിക്കടുത്ത് എന്നല്ല, അതിനെ കുറച്ചും കൂടി പറയാം ഉടുമ്പൽപേട്ടയ്ക്കടുത്ത് തമിഴ്നാട്ടിൽ തിരുമൂർത്തി മല സഹ്യപർവ്വതത്തിലാണ്. ആന മലനിരകളിലാണ് അത്. ഈ ഡാം ഏതാ? ഇത് ഡാമല്ല, അത് എന്താ പറയുക, റിസർവോയർ എന്ന് പറയാം. പറമ്പിക്കുളത്ത് നിന്നൊക്കെ വെള്ളം കൊണ്ടുവന്ന് മുകളിൽ നിന്ന് വരുന്ന വെള്ളവും കൂടി കളക്ട് ചെയ്ത് വലിയൊരു ഏരിയയിലേക്ക് 450 ഏക്കറോ 4500 അങ്ങനെ വലിയൊരു അളവിൽ വെള്ളം കെട്ടി നിർത്തിയിട്ട് കൃഷിക്ക് ഉപയോഗിക്കുന്നൊരു സംഭവമാണത്. ഇതിനെന്താ പേര്? തിരുമൂർത്തി ഡാം തന്നെ ഒരു പറയണതുണ്ട്. മുകളിൽ തിരുമൂർത്തി വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ തിരുമൂർത്തി മലയിലാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഭാരതപ്പുഴയുടെ തുടക്കം എന്ന് പറയാം. പശുക്കളൊക്കെ വീട്ടിൽ പോകാനുള്ള സന്ധ്യ ചെയ്യുന്നു അല്ലേ. ഈ തിരുമൂർത്തി മലയിൽ അത്രി മഹർഷി അനസൂയ ദേവിയും തപസ് ചെയ്യുന്നു. തിരുമൂർത്തി പറഞ്ഞാൽ ത്രിമൂർത്തി തന്നെ. അത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നുള്ള കാരണം കൊണ്ട് തന്നെ ത്രിമൂർത്തി എന്ന് പറയുന്നത്. ഓക്കെ. അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്, ഈ മലയിലുണ്ട്. ആ മലയിലുണ്ടായിരുന്നില്ല കേട്ടോ. അതായത് അത്രി മഹർഷി അനസൂയ മഹർഷിയും തപസ് ചെയ്തു എന്ന് പറഞ്ഞ സമയത്തില്ല. അപ്പൊ അത്രി മഹർഷി അനസൂയ മഹർഷിയും തപസ് ചെയ്യാനേക്കാൾ മുമ്പ് വേറെ പേരുണ്ട്. വേറെ പേരുണ്ടാവും, സ്വാഭാവികമായിട്ടും വേറെ പേരുണ്ടാവും. അപ്പോൾ അവർ തപസ് ചെയ്യുന്ന ഏറ്റവും നല്ല സ്ഥലം നോക്കി തപസ് തുടങ്ങുന്ന സമയത്ത് ത്രിമൂർത്തികൾ ഇവരുടെ തപശക്തിയെ പരീക്ഷിക്കാനും, അത്രി മഹർഷിയുടെ തപശക്തിയെ പരീക്ഷിക്കാനും അനസൂയ ദേവിയുടെ തപശക്തിയെ പരീക്ഷിക്കാനും 2 രീതിയിലുണ്ട്. സ്ത്രീകൾക്ക്, അതായത് ഇവരുടെയൊക്കെ ഭാര്യമാർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അത്രി മഹർഷിയെ പരീക്ഷിക്കാൻ ഇവർക്കും ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ. അപ്പോൾ അതിന് കാരണം വെച്ചാൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി പൂർണ്ണമാക്കാൻ വേണ്ടി ദക്ഷ പ്രജാപതി സഹായം ചോദിച്ചിട്ടുള്ള അത്രി മഹർഷി തുടങ്ങി. അപ്പോൾ അദ്ദേഹം എന്തിനാ തപസ് ചെയ്യുന്നത് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണമായ സൃഷ്ടിക്ക് എനിക്കെന്ത് ചെയ്യാൻ കഴിയും, ആ ശക്തി എനിക്ക് തരൂ, എന്നിട്ട് എനിക്ക് ഇതിലേക്ക് കടക്കണം എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം. സൃഷ്ടി ചെയ്യാനല്ല, സൃഷ്ടിക്ക് വേണ്ട സഹായങ്ങളെല്ലാം പ്രകൃതിയൊക്കെ ഒരുക്കണമല്ലോ. ഓക്കെ, അതായത് ബ്രഹ്മാവിന് വേണ്ട സഹായങ്ങളൊക്കെ ഒരുക്കാന്നുള്ള. അതെ, ജീവികൾക്ക് ജീവിക്കുന്ന നല്ല വായു വേണം, നല്ല വെള്ളം വേണം, നല്ല വെളിച്ചം വേണം എന്നൊക്കെ പറഞ്ഞ അവസ്ഥയൊക്കെ ഒരുക്കാൻ വേണ്ട ഒരു പ്രപഞ്ചശക്തിയായി സ്വയം മാറുക. അപ്പം അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ തപസ്. അപ്പം എന്തായാലും ഇത്ര ചെറിയ കാര്യത്തിനല്ലല്ലോ നിൽക്കണം, അതിനുള്ള കഴിവുണ്ടോ അദ്ദേഹത്തിന് അറിയണമല്ലോ. അത് പരീക്ഷിക്കാനാണ് 3 പേര് വന്നത്. പരീക്ഷിക്കാൻ വന്നത് അവർ 3 പേരും വന്നിട്ട് അനസൂയ മാത്രം ആശ്രമത്തിലുള്ള സമയത്ത് ഭിക്ഷ ചോദിക്കുകയാണ്. എനിക്ക് ഭിക്ഷ തരണം അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്താ എന്നുണ്ട് അമ്മ അകത്തേക്ക് ഭിക്ഷ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അമ്മ 1 മിനിറ്റ് ഞങ്ങൾക്കൊരു മറ്റേ വേറെ വേഷത്തിലാണോ? അല്ലല്ല, അവരായിട്ട് തന്നെ വന്നിരിക്കുന്നത് പേരാന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അനസൂയക്ക് മനസ്സിലാക്കി അവരുടെ വേഷത്തിൽ തന്നെ വന്നിരിക്കുന്നത്. ഭിക്ഷ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വന്നിരിക്കുന്നവർക്ക് ഭിക്ഷ കൊടുക്കണം. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നഗ്നരായിട്ട് നിന്നിട്ടേ ഭിക്ഷ സ്വീകരിക്കുള്ളൂ, ത്രിമൂർത്തികൾ നഗ്നരായിട്ട് നിന്നിട്ടേ ഭിക്ഷ സ്വീകരിക്കുള്ളൂ. അപ്പോൾ ഒരു സ്ത്രീ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പുരുഷൻ നഗ്നനായിട്ട് നിൽക്കുന്നത് കാണാൻ പാടില്ല എന്നാണ് ഒരു ശാസ്ത്രം. അപ്പോൾ തിരിച്ചും പറയുന്നുണ്ട് കഥയിൽ, അതായത് അമ്മ നഗ്നയായിട്ട് വേണം ഞങ്ങൾക്ക്. അങ്ങനെ 2 ഭാഗങ്ങളുണ്ട് കഥകൾ വേറൊരു തത്വം പറയാൻ വേണ്ടിയിട്ടാണല്ലോ കഥകൾ. അത് ഏത് ഭാഗം എടുത്താലും അന്യപുരുഷൻ അന്യസ്ത്രീ പരസ്പരം നഗ്നരായി കാണരുത് എന്നാണ്. അനസൂയ ദേവി പറഞ്ഞു അതിനെന്താ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ട് ഈ 3 പേരെയും അവരുടെ തപശക്തി കൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളാക്കി മാറ്റിയതാണ്, കൈക്കുഞ്ഞുങ്ങളാക്കി മാറ്റി. അവർക്ക് വസ്ത്രത്തിന്റെ വിഷയം വരുന്നില്ല, ഇനി അവർ ഇപ്പുറത്ത് നഗ്നത കണ്ടാലും വിഷയമൊന്നും വരാമോ. പാല് കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് നഗ്നത തന്നെയാണ്. അപ്പൊ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പാല് കൊടുത്ത് ഇപ്പൊ പിന്നെ ഭിക്ഷ എന്നുള്ള വാക്കൊന്നുമില്ല, പിന്നെ മാമ കൊടുത്തു പാപ്പ കൊടുത്തു എന്നൊക്കെ പറയാം. ആ രീതിയിൽ അവരെ തൊട്ടിൽ കടത്തി ആട്ടി ഉറക്കി അമ്മയ്ക്ക് വല്ലാത്തൊരു മാതൃത്വം ഉണർന്നു. അതായത് അവര് പറഞ്ഞ ഭിക്ഷയും കൊടുത്തു കഴിഞ്ഞിട്ട് കുട്ടികൾ അവരൊക്കെ ഹാപ്പിയാണ്. പക്ഷെ ലോകത്തിലെ സകല ദേവതകളും ഞെട്ടി, ഇവരുടെ ഭാര്യമാരും ഞെട്ടി. കാരണം കെട്ടിയവനതാ പാല് കുടിച്ച് സുഖമായി കിടന്ന് ഉറങ്ങും, ഉള്ളേന്ന് പറഞ്ഞ് കരഞ്ഞ് കിടക്കുക. അവർ ഓടി വന്ന് മാപ്പ് ചോദിച്ചു, ക്ഷമിക്കണം ഞങ്ങൾ ഭർത്താക്കന്മാരെ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ്. ഇവരില്ലെങ്കിൽ പിന്നെ സൃഷ്ടി സ്ഥിതി സംഹാരം നടക്കില്ല, അതുകൊണ്ട് സമസ്ത ദേവതകളും വന്നിട്ട് മാപ്പ് ചോദിച്ചിട്ട് ഞങ്ങളെ പൂർവ്വസ്ഥിതിയിലാക്കി തരണം ഇവരെ എന്ന് പറഞ്ഞു. അനസൂയ പറഞ്ഞത് ആ കാലം അതിനെന്താ ബുദ്ധിമുട്ട്, പക്ഷെ എനിക്ക് ഇവരെൻ്റെ മക്കൾ, ഞാൻ അവരെ മക്കളായിട്ട് കണ്ടു കഴിഞ്ഞു, അവരെ ഞാൻ ലാളിച്ചും കഴിഞ്ഞു, ഇനി എനിക്ക് അവരെൻ്റെ മക്കൾ തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് ഇവരെൻ്റെ മക്കളായി ജനിക്കണം എന്ന് അവരെ പൂർവ്വസ്ഥിതിയിലാക്കിയതിന് ശേഷം അവരോട് ആവശ്യപ്പെടുകയാണ് അതിനൊരു അനുഗ്രഹം വേണം. അപ്പം അമ്മയുടെ മക്കളായിട്ട് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ജനിച്ചതാണ് ദത്താത്രേയ മഹർഷി. 3 പേരുടെയും ചേർന്ന അവതാരമാണ് ദത്താത്രേയൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ 6 കൈ, ഈ പറഞ്ഞ മൂന്നാൾക്ക് 2 കൈ വെച്ചിട്ടാണെങ്കിൽ 6 കൈയുണ്ട്, 3 തലയുണ്ട്, അങ്ങനെയൊക്കെയാണ് ആ ദേവന്റെ രൂപം. അതായത് 3 ത്രിമൂർത്തികളുടെ ഏകദേശം ത്രിമൂർത്തികളും ചേർന്ന് ഒരു കുട്ടിയായി. അപ്പൊ അവരുടെ കൈയും തലയൊക്കെ അതുപോലെ തന്നെ. ഞാൻ കഥയിൽ തന്നെ വേറെ പറയുന്നുണ്ട്, അത്രി മഹർഷി ഇങ്ങനെ ഒരു സംഭവം നടന്നായിട്ട് ഓടി വന്നു, തൊട്ടിൽ 3 കുട്ടികൾ കിടക്കുന്നുണ്ട്, അത്രി മഹർഷി അതിനെ 3 പേരെയും ചേർത്ത് വാരി പിടിച്ചപ്പോൾ 3 പേരും കൂടി ഒന്നായി, അങ്ങനെ ദത്താത്രേയ ഉണ്ടായി എന്നൊരു കഥ അങ്ങനെയും പറയുന്നു. കഥകളിൽ എന്തുമാവട്ടെ അതിൻ്റെയൊക്കെ പിന്നിൽ കിടക്കുന്ന ഒരു തത്വം എന്ന് പറയുന്നത്
സൃഷ്ടിയുടെ സഹായത്തിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്നവരുടെ അമ്മയായി ഒരു ശക്തി ഉണ്ടെങ്കിലാണ് അവരെ വേണ്ട രീതിയിൽ നിയന്ത്രിച്ച് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, റൈറ്റ്. അപ്പോൾ അതിൽ നിന്നും ഒരു സൃഷ്ടി വേണം. അതാണ് ദത്താത്രേയൻ. ഇനി ദത്താത്രേയൻ്റെ ഇടപെടലുകളാണ് അടുത്തത്. ദത്താത്രേയൻ എന്ന് പറയുന്നത് ജൂന അഖാഡയുടെ ദേവനാണ്. എന്ന് വെച്ചാൽ സനാതന സംസ്കാരത്തിൻ്റെ എവിടെയെങ്കിലും മൂല്യച്യുതികളുണ്ടായാൽ, വൈദേശികമോ തദ്ദേശീയവുമായ ആക്രമണങ്ങളുണ്ടായാൽ, ക്ഷേത്രങ്ങൾ തകർത്താൽ, മഠങ്ങൾ തകർത്താൽ, ഇവരെയൊക്കെ സൈനികമായി നേരിടാൻ വേണ്ടി ശങ്കരാചാര്യർ ഡിസൈൻ ചെയ്ത സന്യാസി സൈന്യത്തിൻ്റെ ഒരു വിഭാഗമായ, അല്ലെങ്കിൽ ഏറ്റവും പുരാതനവും ഏറ്റവും ആൾബലമുള്ളതുമായ വിഭാഗമാണ് ജൂന അഖാഡ. ആ ജൂന അഖാഡയുടെ ദേവനാണ് ദത്താത്രേയൻ. പക്ഷെ ദത്താത്രേയന് കേരളത്തിൽ അത്ര വലിയ പ്രാധാന്യം ഇതുണ്ടോ? കേരളത്തിൽ അത്രമാത്രം ആക്രമണങ്ങൾ ഒരു ടിപ്പു സുൽത്താൻ്റെ 1921 മലബാർ കല്ലഹളയും അതുകൂടാണ്ട് ടിപ്പു സുൽത്താൻ്റെ ഹൈദരാലിയുടെ ആക്രമണവും അല്ലാതെ വടക്കേ ഇന്ത്യക്കാർ നേരിട്ടതുപോലെ വലിയ ത്രിമൂർത്തി മല എന്ന് പറയുന്നത് കേരളത്തിന് എത്ര അടുത്ത കിടക്കുന്നു. അവിടെ ദത്താത്രേയൻ്റെ ജനനം എന്ന് പറയുന്നു. പക്ഷെ അത്ര അടുത്തുണ്ടായിട്ടും കേരളത്തിൽ ഇപ്പം കേട്ടിട്ടില്ല അങ്ങനെ ഒരു പേര് ദത്താത്രേയൻ. ഇപ്പൊ നമ്മളിരുന്ന് പറഞ്ഞ കഥ തന്നെ കേരളത്തിൽ കേൾക്കുന്ന ആളുടെ ആദ്യം മനസ്സിൽ വരുന്നത് ഒരു കെട്ടുകഥ. ഇതിലൊക്കെ എന്ത് ശാസ്ത്രമുള്ളത്, അല്ലെങ്കിൽ ഇതിലൊക്കെ എന്ത് തത്വമുള്ളത്, അല്ലെങ്കിൽ ഇതിലൊക്കെ എന്ത് സത്യമുള്ളത്, ഇതൊക്കെ വെറും കെട്ടുകഥകളല്ല എന്നാണ് സാധാരണ മലയാളിയുടെ മനസ്സിൽ, എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് വന്നിരുന്നത്. പക്ഷെ ഭാരതപ്പുഴ എന്ന് പറയുന്ന ഒരു വലിയൊരു ഊർജം ഉണ്ടായി വന്നത് ഇവിടെ നിന്നാണെന്നും അതൊരു ഭൂമിയെ സൃഷ്ടിക്ക് സൃഷ്ടിക്ക് വേണ്ടി ഉയർത്താൻ വേണ്ട അവസ്ഥയിലേക്കാണ് ഇത് വന്നത് എന്നും അതിനു വേണ്ടിയിട്ടായിരുന്നു അത്രയും മനസ്സോയും തപസ് ചെയ്യുന്നതെന്നും അവരെ പരീക്ഷിക്കാൻ വേണ്ടി വന്നത് സൃഷ്ടി സ്ഥിതി സംഹാരം ഒരുപോലെ കൈകാര്യം ചെയ്യേണ്ട ത്രിമൂർത്തികളായിരുന്നു, അവരുടെ സമസ്ത ഭാവങ്ങളും ചേർന്ന് അവിടെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെന്നും അത് ഈ സനാതന സംസ്കാരത്തിനെ മൊത്തം സംരക്ഷിക്കാൻ വേണ്ട ജൂന അഖാഡയുടെ ദേവനായി വരുന്നു എന്നും പറഞ്ഞ് കണക്ട് ചെയ്യുമ്പോഴാണ് ഈ കഥയുടെ ഭംഗി വരുന്നത്. അതായത് ഈ ഭാരതപ്പുഴ നശിച്ചാൽ ഇത് മുഴുവൻ നശിക്കും. സംസ്കാരങ്ങൾ മാത്രമല്ല, എല്ലാ സംസ്കാരങ്ങളും, നൈൽ നദിയാണെങ്കിലും ഈജിപ്ഷ്യൻ സംസ്കാരം, എന്ത് സംസ്കാരമാണെങ്കിലും, സിന്ധു നദീതട സംസ്കാരമാണെങ്കിലും എല്ലാം ഒരു പുഴയെ അധികരിച്ചാണ് വന്നിട്ടുള്ളത്. ഒരു പുഴയുടെ തീരത്താണ് ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളും വന്നിട്ടുള്ളത്.